എൻ്റെ കയ്യിലുള്ള ഈ ഒരു നട്ടിൻ്റെ പേരാണ് മക്കഡേമിയ നട്ട്. ഇതിൻ്റെ ഷെല്ല് ഭയങ്കര ഹാർഡാണ്. ശരിക്കും പറഞ്ഞാൽ ചിരട്ടേൻ്റെ മിനിയേച്ചർ എന്നൊക്കെ പറയാം. അത്രയ്ക്ക് ഹാർഡാണ് ഇതിൻ്റെ ഷെല്ല്. ഇതിൻ്റെ ഷെല്ലിന് വരെ ഒരു വാനില അരോമയുണ്ട്. ഓർഗാനിക് പാൻട്രിയുടെ മക്കഡേമിയ നട്ട്സ് ആണ് വാങ്ങിയത്. MRP 1199 കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഫ്ലിപ്കാർട്ടിൽ ഇതിന് 383 രൂപയാണ്. 200 ഗ്രാമിന് 383 രൂപ. അതും അത്യാവശ്യം നല്ല റേറ്റ് തന്നെയാണ്. ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡും ന്യൂ സൗത്ത് വെയിൽസുമാണ് മക്കഡേമിയ നട്ട്സിൻ്റെ നാട്. ഇപ്പോൾ ഓസ്ട്രേലിയ കൂടാതെ സൗത്ത് ആഫ്രിക്കയിലും ഹുവായിലും കെനിയയിലുമെല്ലാം ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള മക്കഡേമിയ നട്ട്സ് എവിടെ നിന്നാണ് സോഴ്സ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ പാക്കിലൊന്നും കൊടുത്തിട്ടില്ല. ഈ കാണുന്ന കീ ഉപയോഗിച്ചാണ് മക്കഡേമിയ നട്ട് ഷെല്ലിൽ നിന്ന് പുറത്തെടുക്കേണ്ടത്. ഇത് ഷെല്ലിൽ കാണുന്ന ഓപ്പണിങ്ങിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്താൽ മതി. അപ്പോൾ ഷെൽ ഓപ്പണായി വരും. ഒരു വൈറ്റിഷ് ഐവറി കളറാണ് നട്ടിനുള്ളത്. ഈ ഒരു നട്ടിൻ്റെ ഷേപ്പ് ഏകദേശം ഒരു റൗണ്ട് ഷേപ്പാണ്. മക്കഡേമിയ നട്ട് സൂപ്പറാണ്. നല്ല രസമാണ് കഴിക്കാൻ. വാനില ഫ്ലേവർ ഉണ്ട്, സ്ലൈറ്റായിട്ട് മധുരമുണ്ട്, പിന്നെ സ്ലൈറ്റായിട്ട് നട്ടി ഫ്ലേവറും ഉണ്ട്. വയലിട്ട് ഇങ്ങനെ ചവച്ചരയ്ക്കുമ്പോൾ ആ ഒരു ക്രീമി ടെക്സ്ചറും കിട്ടുന്നുണ്ട്. മൊത്തത്തിൽ കിടിലൻ സൂപ്പർ, അത്രേ പറയാനുള്ളൂ. വില ഇച്ചിരി കൂടുതലാണ്, പക്ഷേ അതിനുള്ളതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ മക്കഡേമിയ നട്ടിനെ കുറിച്ച് ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി. വാനില ഫ്ലേവർ ആഡ് ചെയ്യുന്നതല്ല, മക്കഡേമിയ നട്ടിന് ആ ഒരു ഫ്ലേവർ ഉണ്ടെന്നാണ് ഗൂഗിൾ പറയുന്നത്.